ഹലോ ഗൈസ്, ഇന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ഒരു കാടിനുള്ളിൽ താമസിക്കാവുന്ന ഒരു സ്റ്റേയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ മാൻകൂട്ടത്തെയാണ് കണ്ടിരിക്കുന്നത്. എപ്പോഴും കാണാറുള്ള പോലെ തന്നെ മാൻകൂട്ടം തന്നെയാണ് ഫസ്റ്റ് കാണുന്നത് ഈ പ്രാവശ്യം. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടുകാണി ചുരം വഴി മുതുമലൈ ചെക്ക് പോസ്റ്റ് കടന്ന് ബന്ദിപ്പൂരിലോട്ടാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ രണ്ട് കാട്ടികളെ കണ്ടായിരുന്നു. കാട്ടുപോത്ത് നല്ല സൈസ് കാട്ടുപോത്ത് തന്നെ. അങ്ങനെ അതുങ്ങളുടെ കാഴ്ചയും കണ്ട് കുറച്ച് നേരം ഞങ്ങൾ നിന്നു. കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോയപ്പോൾ ഒരു മൈൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ അത് ക്രോസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ വണ്ടികളുടെ തിരക്ക് കാരണം ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വയ്യ വണ്ടിയെടുത്ത് ഫ്രണ്ടോട്ട് പോകും. മാനുകളും മയിലുകളും പിന്നെ ഈ റൂട്ടിലൊക്കെ സ്ഥിരമാണ്. ആനയും അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ പുറകിലായിട്ട് ഒരു ആന, ഒരു പിടിയാനയാണ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം ആനയെ നോക്കിയിരുന്നപ്പോൾ ആന ഒന്ന് ഫ്രണ്ടോട്ട് ചാർജ് ചെയ്യാൻ വരുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ കാർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് വന്നപ്പോൾ കാട്ടിൽ മറ്റേ കാട്ടുപന്നീനൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ എന്തോ തീറ്റ തീടി കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വന്നപ്പോൾ പിന്നെയും ഫ്രണ്ടിൽ ആന തന്നെ, ഒരു ഫാമിലി പോകുന്ന ആന. അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ബന്ദിപ്പൂരിൻ്റെ സ്റ്റേ എത്തിയിരിക്കുകയാണ്. ഞങ്ങളവിടെ കോകില എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വീടാണ് ബുക്ക് ചെയ്തത്. അത് ബുക്ക് ചെയ്യുന്നത് ബന്ദിപ്പൂരിൻ്റെ സൈറ്റ് വഴി ബുക്ക് ചെയ്യണം. ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് ഉള്ളൂ. അതും നമുക്കൊരു 15 ദിവസത്തേക്കുള്ള സ്ലോട്ടൊക്കെയാണ് ഒരുമിച്ച് തുറന്നു തരാറുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ അത് ചെയ്യേണ്ട ആൾക്കാർക്ക്, ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇങ്ങനെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ഒരു ഓഫീസ് പോലെയുണ്ട്. ടിക്കറ്റ് കൗണ്ടർ അല്ല, അതൊരു ഓഫീസാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു ഓപ്പൺ ഒരു ഓട്ടോ പോലത്തെ ഒരു വെഹിക്കിള് അവർ പറഞ്ഞയച്ചു. അതിനകത്ത് ഞങ്ങൾ വീട്ടുകാർ, ഞങ്ങൾ ഫാമിലിയാണ് പോയത്. അപ്പോൾ ഫാമിലിയായിട്ട് അതിനകത്ത് കയറിയിരുന്ന ഞങ്ങളെ ഞങ്ങളുടെ സ്റ്റേ റൂമിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റേകളൊക്കെ കാണാം. ഇവിടുത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഹരിണി, ഗജേന്ദ്ര, പപ്പീന, കോകില, അങ്ങനെയൊക്കെയാണ് ഇവരുടെ റൂംസിൻ്റെ പേര്. അതിനകത്ത് ഈ കുറച്ച് പ്രീമിയമായിട്ട് ഇപ്പോൾ ഹരിണി എന്ന് പറഞ്ഞ ഒരു സ്റ്റേ ഒരു കുറച്ചും കൂടി പ്രീമിയം രീതിയിൽ റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ പപ്പിഹ എന്ന് പറഞ്ഞ ചെയ്യുന്നുണ്ട്. ഈ ഹരിണി എന്ന് പറഞ്ഞ കോട്ടേജിനൊക്കെ 6500 രൂപ വരും ഒരു ദിവസത്തേക്ക്. നമുക്കിപ്പോൾ കോകില എന്ന് പറയുന്നത് പഴയതായതുകൊണ്ട് തന്നെ ഒരു 3000 രൂപ അടുത്തേ ആവുന്നുള്ളൂ. അതിൽ നമുക്ക് ഈ സ്റ്റേയുടെ അടുത്ത് തന്നെ നമുക്ക് മൃഗങ്ങളെല്ലാം കാണാം. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ, വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം എല്ലാ മൃഗങ്ങളും, പുലി, മാൻ, പിന്നെ കുരങ്ങന്മാർ, അങ്ങനെയുള്ള മിക്ക ആനകളെല്ലാം അടുത്തൊക്കെ തന്നെ വരും. നമുക്ക് ആ വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാൻ ചെയ്യുന്നതാണ്. നമ്മളെടുത്തേക്കുന്നത് കോകിലയിലെ തന്നെ, കോകിലയിലെ ഒരു വീടാണ്. ആ വീടിനുള്ളിൽ രണ്ട് റൂമായിട്ടാണ്. രണ്ടിലും ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ടൊരു ഡൈനിങ് ഏരിയയും 2 പേർക്കും കൂടി. അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ വേറെ ഗസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കത് ഫുൾ ഏരിയ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നീറ്റാണ്. റൂമും ബാത്റൂമുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത
സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത്. ക്ലീനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം വന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. വീടിന് മുമ്പിൽ തന്നെ മാനുകളൊക്കെ വരാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ 5 മണിയാകുമ്പോൾ തന്നെ മുമ്പിലോട്ട് മാനുകളും അത്യാവശ്യം കാട്ടുപന്നി അങ്ങനെ സാധനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങും. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് സൈഡിലുള്ള പറമ്പിലൊരു മരമുണ്ട്, അതിനകത്ത് പുലിനെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ തന്നെ അവിടെ പുലി അടിച്ചിട്ട് കാണാൻ എന്താണെന്ന് അറിയില്ല. ഒരു മാൻ്റെയോ കുരങ്ങൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ സ്കെൽറ്റൻസ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഈ റൂമിൻ്റെ മുമ്പിൽ തന്നെ വന്നാണ് ഇവർ ഈ പുലി വന്ന് മാനയൊക്കെ ഹണ്ട് ചെയ്യുന്നതൊക്കെ. നമ്മളെ ലക്കുണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്ന ഇതാണ്. രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ടോർച്ചൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പുലി വരുന്നതും മാന ആക്രമിക്കുന്നതും അങ്ങനെയുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും. നമ്മളിവിടെ സ്റ്റേക്ക് എൻട്രി ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ സമയം 12 മണി ആണ് അവർ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ചെക്ക് ഔട്ടും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സഫാരിക്ക് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ സഫാരിക്ക് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് സഫാരിക്ക് പോകാം. അല്ലെങ്കിൽ ഓൺലൈനിൽ അത് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് റൂം പക്ഷേ എല്ലാം ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ, ഓഫ്ലൈനിൽ ചെയ്യാൻ പറ്റുന്നതല്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉള്ളതിനകത്ത് അത്യാവശ്യം ഫുഡുകളൊക്കെ ഉണ്ട്. നമുക്ക് ചില ആൾക്കാർക്ക് ഫുഡ് ഇഷ്ടപ്പെടില്ല. പിന്നെ ഫുഡിന് റേറ്റും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ഒരു 5 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ പുറത്ത് ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ഉള്ളിൽ വരുന്ന ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയാണെങ്കിലും പോയി ഫുഡൊക്കെ കഴിച്ച് വരാം. പിന്നെ ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു 8-9 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ ഇവർ നമ്മളെ വന്ന് വിളിക്കും വണ്ടിക്ക്. ആ സമയത്ത് ഈ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചിലപ്പോൾ പുലി വന്ന് മാന ഹണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ ഇതിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ആനകളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുങ്കിയാനകൾ എന്തോ ട്രെയിനിങ്ങിന് എന്തോ കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കണാണ്. അതിപ്പോഴും ഈ വീടുകളുടെ അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രി സമയം പോയി കഴിഞ്ഞാൽ ഇതേപോലെ ടോർച്ചൊക്കെ അടിച്ച് നമുക്ക് മാനുകളെ കാണാം. നമ്മളൊരു അലാം കോൾ കേട്ടിട്ട് ടോർച്ചെടുത്ത് നോക്കിയതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഹണ്ടിങ് ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം ഞങ്ങളങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് നിന്ന് രാത്രി ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്ന് ടോർച്ചടിച്ച് നോക്കി. പിന്നെ ഒന്നും കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ നേരെ കയറി കിടന്നുറങ്ങി. രാവിലെ തന്നെ ഞങ്ങൾക്ക് സഫാരിക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്ക് അവിടെ എത്തണം എന്ന് അവർ പറഞ്ഞത്. 6 മണിക്ക് 6:30. അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഒരു 5:30 ആയപ്പോഴത്തേന് എഴുന്നേറ്റ്, ആരും ഉണ്ടായില്ല, നമ്മളോട് നടന്ന് പോയിക്കോളാൻ പറയുന്നു ടോർച്ചടിച്ചിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ടോർച്ചൊക്കെ അടിച്ച് പുലി ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നേരെ കാറെടുത്തിട്ട് നേരെ സഫാരി സെൻ്ററിലോട്ട് പോവുകയാണ് ചെയ്തത്. ബസ് സഫാരി വരുന്നത് 6:30 തുടങ്ങി 8 മണി വരെയാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് സമയം നമ്മൾ ഈ റോഡിലൂടെ ഈ നമ്മുടെ സ്റ്റേയുടെ മുമ്പിൽ തന്നെയാണ് ഈ സഫാരിക്ക് ഉള്ളിലോട്ട് കയറുന്നത്, കാടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് സ്ഥലം. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറും നമ്മുടെ സ്റ്റേയുടെ ഒരു സ്ഥലവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു 5 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. അത്രയും കിലോമീറ്റർ ഓടാൻ വേണ്ടി തന്നെ വണ്ടി ഒരു അരമണിക്കൂറോടെ അങ്ങോട്ടും പോകും. പിന്നെ ഈ റൂട്ടിലും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെയാണ് അത്യാവശ്യം പുലിനെയും ആനകളെയും എല്ലാത്തിനെയും കണ്ടത്. കാടിനുള്ളിലോട്ട് കയറേണ്ടി വന്നില്ല. അങ്ങനെ സഫാരിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ആനക്കൂട്ടത്തെ തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടേക്കുന്നത്. അങ്ങനെ ആനകളുടെ കാഴ്ചകളുമായി കുറച്ച് നേരം ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞത്. ഹൈവേയുടെ സൈഡിൽ തന്നെയായിരുന്നു ആനകളുണ്ടായിരുന്നത്. 4 വലിയ ആനകളും ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് ഫ്രണ്ടോട്ട് പോയപ്പോൾ തന്നെ ഒരു വൈൽഡ് ഡോഗിൻ്റെ ഒരു 4-5 വൈൽഡ് ഡോഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് ക്യാമറ കയ്യിലില്ലാതെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എടുത്തപ്പോൾ അതൊരു മാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന്
കറങ്ങി നടക്കുന്നതായിരുന്നു. അതിൻ്റെ പുറകെ വന്നതായിരുന്നു, ഹണ്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പെട്ടെന്നല്ല ഞങ്ങളെ കണ്ടപ്പോൾ, വണ്ടി കണ്ടപ്പോൾ തന്നെ ഓടിച്ചു പോയി. പെട്ടെന്ന് കിട്ടിയത് ആ ഒരെണ്ണത്തിൻ്റെ വീഡിയോ മാത്രമേ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഫ്രണ്ടോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി, നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ ഫ്രണ്ടിലെത്തി. ഈ കാട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ടോയ്ലറ്റായിട്ടൊക്കെ യൂസ് ആയിട്ടുള്ളത് ഈ ഏരിയയിലാണ്. അപ്പോൾ മിക്ക വണ്ടികൾ അവിടെ വന്ന് അവിടുത്തെ ടോയ്ലറ്റാണ് പോകുന്നത് ആൾക്കാരൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിയണം. ചെക്ക് പോസ്റ്റിന് നടക്കൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല, മൃഗങ്ങൾ റിസ്ക് ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കുറച്ചും കൂടി റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് നീങ്ങിയപ്പോൾ തന്നെയാണ് അവിടെ നമ്മൾ ലെപ്പാഡിൻ്റെ സൈറ്റിങ് കിട്ടിയത്. നമ്മുടെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വിഷ്വൽസ് ഒരു ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല. എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസിലും ആയിരുന്നു ലെപ്പാഡുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ വിഷ്വൽസൊക്കെ പറ്റാവുന്ന പോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ സഫാരി വണ്ടി കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് തന്നെ മാൻ്റെ കൂട്ടത്തെയാണ് കണ്ടത്. മാൻ എപ്പോഴും ഉള്ള പോലെ തന്നെ അവിടെ നിറച്ചുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് പോയപ്പോൾ മാനും ഒരു കൂട്ടം മാനും ഒരു മയിലും പിന്നെ കാട്ടിലുള്ളൊരു ടൈപ്പ് പ്രാവും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മൂന്നും കൂടി ഒരൊറ്റ ഫ്രെയിമിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഡ്രൈവർ അവിടെ അത് നിർത്തിയിട്ടായിരുന്നു കുറച്ചു നേരം വണ്ടി. മംഗൂസ് എന്ന് പറയുന്ന ഒരു ആനിമലാണത്. ചെങ്കീരി, നമ്മളിവിടെ ചെങ്കീരി എന്ന് അങ്ങനെ എന്തോ തന്നെ പറയുന്നത്. അതിങ്ങനെ ഒരു കുറച്ച് കൂട്ടം അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ അവിഞ്ഞിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗൈഡ് പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇതൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സാധനങ്ങളാണ് ഈ കാട്ടിലൊക്കെ. Because searching for the elephant den. Searching for the elephant den. So in the dung is a bait is there, insect. So that bait is insect is a diet for the mongoose. That's mongoose. പിന്നെ കണ്ടത് പെൺമയിലാണ്. പെൺമയിലൊക്കെ അവിടെ നമ്മൾ ഈ കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മയിലും മാനും ആനയൊക്കെ പിന്നെ
കണ്ട് കണ്ട് മതിയാകും. അതിന് മാത്രം ഇത് മൂന്നും ഈ കാട്ടിൽ കുറേ ഉണ്ടാവും. നമ്മൾ ഈ ബന്ദിപ്പൂരൊക്കെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പോകുമ്പോൾ പുലി, കരടി അങ്ങനെയുള്ള സാധനങ്ങളെ കാണാനായിരിക്കും നമ്മൾ കൂടുതലും, കടുവ അങ്ങനെയുള്ള ഐറ്റം കാണാനായിരിക്കും നമ്മൾ കൂടുതലും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകളൊക്കെ മാനും മയിലും ആനേനൊക്കെ നമ്മൾ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ആനയെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടായിരുന്നു. അതങ്ങനെ വന്ന് കുറച്ച് നേരം വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ട് അത് റോഡ് ക്രോസ് ചെയ്ത് കുറേ കൂടി പോയി. അത് കഴിഞ്ഞ് ഫ്രണ്ടോട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ സാമ്പാർ ടിയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് മാനുകളെയാണ് കണ്ടത്. അവരും അവിടെ റെസ്റ്റ് എടുത്തിരിക്കലായിരുന്നു. കുറച്ച് നേരം അവരുടെ വിഷ്വൽസും കിട്ടി കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി അവരനങ്ങാതെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഡ്രൈവർ വണ്ടി എടുത്തിട്ട് പോകുന്നു. ഇതിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷ മൊത്തം നമ്മൾ പ്രതീക്ഷിച്ച് കടുവയെ കരടിയൊക്കെ കാണാനായിരുന്നു. അങ്ങനെ അതുവിനെ കാണാൻ വേണ്ടി കുറേ ഞങ്ങളുടെ ബസ്സായിട്ട് കറങ്ങി, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആനക്കൂട്ടത്തിലൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി വീഡിയോ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള റൂമിൽ അവിടെ കൊണ്ടുവന്നിട്ടേക്കുന്ന കുമ്പിയാനകളായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സഫാരി പോയിലെത്തി. അവിടുന്ന് കാർ കൊടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു റൂമെന്ന് പറയുന്നത്, ഹരിണി. അവരിപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തേക്കുന്നത്, എല്ലാം അടിപൊളിയാണ്. ഉള്ളിലൊക്കെ സെറ്റപ്പാണ്, ബാത്റൂമൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്നിരിക്കുന്ന തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുലിയൊക്കെ വന്നിരിക്കുന്നതും പുലിയും ആന പിടിക്കുന്നതൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇരുന്നാണ്. പുലി എപ്പോഴും ആന പിടിച്ചുകൊണ്ട് പോയി അവർക്കുള്ള ഒരു മരത്തിൻ്റെ മേളിൽ കയറിയാണ് ഇത് കഴിക്കാറുള്ളത്. ആ വീഡിയോസൊക്കെ മിക്കപ്പോഴും ഇവിടെ വരുന്ന മിക്ക യൂട്യൂബേഴ്സിനും കിട്ടാറുണ്ട്. നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ കാഴ്ച കിട്ടിയില്ല. എന്നാലും പുലിയെ കാണാൻ പറ്റി ഫസ്റ്റ് വരവിൽ തന്നെ. ഇവിടെ ഈ ഗ്ലാസ് ഇത് ഇട്ടതുകൊണ്ട് തന്നെ പുറത്തുള്ള എല്ലാ വിഷ്വൽസും നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങണമെന്നില്ല. അത്യാവശ്യം 3 സൈഡിലെയും വിഷ്വൽസൊക്കെ അതിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ സ്റ്റേയുടെ സമയം കഴിഞ്ഞു. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.